ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. 2 ദിവസം നാട്ടിലില്ലാഞ്ഞുകൊണ്ട് പോപ്പറായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനി നമ്മളങ്ങോട്ട് പോപ്പറായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ വരും. അപ്പം നിങ്ങൾ മുമ്പ് സപ്പോർട്ട് ചെയ്ത അതേ പിന്തുണ വീണ്ടും തരിക. സപ്പോർട്ട് ചെയ്യുന്നവർക്കെല്ലാം ഹൃദയം നിറഞ്ഞ ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയെന്നുള്ളതാണ്. തമ്പിലേയും കണ്ടപ്പോൾ നിങ്ങളും ചെറുതായിട്ടൊന്ന് ഞെട്ടി കാണുമല്ലോ അല്ലേ? കാരണം ഞെട്ടേണ്ട ഒരു ഐറ്റം ആണല്ലോ ഈ പ്രവൃത്തിയൊക്കെ ഇവിടെ കാണിച്ചു വെക്കുന്നത്. അപ്പോൾ ഇന്ന് ന്യൂസ് 8 രാവിലെ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടത്. ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ ഞാൻ ഈ പറയപ്പെടുന്ന അരുണേട്ടൻ്റെ മറ്റേ ജസ്ന, നമ്മൾ കണ്ണൻ്റെ ജസ്ന എന്ന് ഒരിക്കലും വിളിക്കരുത് കേട്ടോ. ആ സമുദായത്തെ അവഹേളിക്കുന്നതിന് തുല്യമായി പോകും. അതുകൊണ്ട് തന്നെ അരുണേട്ടൻ്റെ ജസ്ന, ഫ്രോഡ് ജസ്ന എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഇവളുടെ ഒരു വീഡിയോ ഇന്ന് നമ്മുടെ ന്യൂസ് 8 അത് വലിയ എക്സ്ക്ലൂസീവ് ന്യൂസായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ പറയപ്പെടുന്ന ക്ഷുദ്രജീവി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നുള്ളൊരു വാർത്ത കേട്ടപ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ നെഞ്ച് ഒന്ന് ഇടറി കാണും അല്ലേ? കാരണം അത്രത്തോളം വാല്യൂ ഉള്ള ഒരു സാധനമാണല്ലോ കേരളത്തിലിത്. അങ്ങനത്തെ പ്രവർത്തികളാണല്ലോ ഇവിടെ എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? എന്തിൻ്റെ പേരിലാണ് ഈ കൂതറ സാധനം ഇവിടെ കിടന്ന് അഴിഞ്ഞാടുന്നത്? ഇവളെ വെളുപ്പിക്കാൻ വേണ്ടി ഈ ന്യൂസ് 8 പോലുള്ള വൃത്തികെട്ട മാധ്യമങ്ങൾ എന്ത് മാധ്യമ ധർമ്മമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? രാവിലത്തെ വാർത്തയിൽ കാണുന്നത് ഇവിടെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, ഞരമ്പ് കട്ട് ചെയ്തു എന്നുള്ള വാർത്തയാണ് കണ്ടത്. ആ സമയം തന്നെ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇവളുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ നോക്കുമ്പോഴത്തേക്ക് അമ്മായി 2 മണിക്കൂർ മുമ്പ് നിങ്ങളിപ്പോൾ ഈ കാണുന്നില്ലേ, ഇതിൻ്റെ ഒരു റീൽസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ റീൽസ് ഇട്ട സമയത്ത് ഞാനിങ്ങനെ നോക്കി കൈയുടെ ഞരമ്പ് എത്രത്തോളം കട്ടായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പം അമ്മായി പ്ലാസ്റ്റർ അതിനകത്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള നാടകവുമായിട്ട് ഇവൾ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്ര നടയിൽ കയറി റീൽസ് എടുത്ത് ആദ്യം പോസ്റ്റ് ചെയ്ത സമയത്ത് കോടതി ഇവളെ വിലക്കിയതാണ്. ആ വിലക്കിന് ശേഷം വീണ്ടും അതേ പരിപാടിയായിട്ട് ഇവൾ രംഗത്തേക്ക് വന്നപ്പോഴത്തേക്ക് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ഇവൾക്കെതിരെ കേസ് കൊടുത്തു. അത് പ്രകാരം ഇവൾക്കെതിരെ വർഗീയ കലാപത്തിനെതിരെ കേസെടുത്തു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇവൾ കാണിച്ചിട്ടുള്ള ഈ തെമ്മാടിത്തരത്തിന് കേരളത്തിലെ പൊതുസമൂഹം എന്താണ് പറയേണ്ടത്? ഇവൾ സ്ത്രീ സമൂഹത്തിന് തന്നെ അപമാനമാണ്. പ്രത്യേകിച്ച് ഒരിക്കലും നിങ്ങൾ ഇവളെ ഇസ്ലാം മതവുമായിട്ട് കൂട്ടിക്കെട്ടരുത്. കാരണം ഇവൾ മതം വിട്ടവളാണെന്നുള്ളത് നേരത്തെ തന്നെ നമ്മുടെ വീഡിയോയിലൂടെ വന്ന് പറഞ്ഞ് ഞാൻ ഇനി തട്ടം അങ്ങോട്ട് ഊരാൻ പോവുകയാണ്, ഞാൻ പൊട്ടുകുത്താൻ പോവുകയാണ്. അതുകൊണ്ട് ഇനി എന്നെ ഇസ്ലാമിൻ്റെ പേരിൽ നിങ്ങൾ ആരും ഒന്നും പറയരുത്. അത് തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്കും പറയാനുള്ളത്. ഇവളെ ഇനി ആരും ഇസ്ലാമിൻ്റെ പേര് ചേർത്ത് പറയരുത്. പേര് ഇവള് മാറ്റൂല. പേര് മാറ്റിക്കഴിഞ്ഞാൽ സംഘികൾക്ക് അത് സൂചിക്കത്തില്ല. കാരണം സംഘികളുടെ ഒരു സ്പോൺസർഡ് ജീവിയാണല്ലോ ഇവള്. അപ്പൊ നമ്മുടെ ഈ അലി അക്ബർ എന്ന് പറഞ്ഞ ഒരു മരവാണത്തിന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അവൻ പേര് മാറ്റി രോമസിംഹൻ എന്നാക്കിയപ്പോഴത്തേക്ക് സംഘികൾ പുറകാലം കൊണ്ട് ചവിടി ദൂരെ കളയും. ആ പേരിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നവരോടാണ് സംഘികൾക്കും കാസകൾക്കും പ്രിയം കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഇവിടെ നേരെ ന്യൂസ് 8 ചാനലിന് അങ്ങോട്ട് കൊടുത്തു. അവർ വലിയൊരു എക്സ്ക്ലൂസീവ് ന്യൂസായിട്ട് അതങ്ങോട്ട് സംപ്രേഷണം ചെയ്തു. കാരണം അത്രത്തോളം എന്താ പറയുക, കേരളത്തിന് പുണ്യം നൽകിയിട്ടുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇവളുടെ വാർത്ത വലിയ രീതിയിൽ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഒരു വിശ്വാസത്തിൽ കയറി അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുകയും ആ സമൂഹത്തിലെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ സ്ത്രീകളെ അല്ലെങ്കിൽ കൃഷ്ണഭക്തരായിട്ടുള്ള സ്ത്രീകളുടെ മനസ്സിൽ വെറുപ്പ് സൃഷ്ടിക്കുകയും ചെയ്തിട്ടുള്ള ഈ പുഴുത്ത ജന്മം ഏത് രീതിയിൽ പോയാലും നമുക്ക് ആർക്കും കൂടെ ഒരു പ്രശ്നമില്ല അല്ലേ? ആ ഒരു വാർത്ത ഒന്ന് കേട്ടതിന് ശേഷം ഇതിനൊരു മറുപടി നമ്മുടെ ഒരു സഹോദരി കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് കേട്ടു നോക്കിക്കോളൂ. അടുത്തൊരു വാർത്തയിലേക്ക്. ജസ്ന സലീം റീൽസിലൂടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ്. ജസ്നയ്ക്കെതിരെ ഒരുപാട് ആരോപണങ്ങളുമായി എപ്പോഴും BJP ഒക്കെ രംഗത്തെത്താറുണ്ട്. ഗുരുവായൂരിൽ നിരോധനം മറികടന്ന് റീൽസ് ചിത്രീകരിച്ചതോടെ ജസ്ന വാർത്തകളിലൊക്കെ ഇടം പിടിച്ചിരുന്നു. ആ ജസ്ന സലീം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. കഴിഞ്ഞ ഞരമ്പ് മുറിച്ചാണ് ആത്മഹത്യാ ശ്രമം ഉണ്ടായത്. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തിൽ നടപ്പന്തലിലും റീൽസ് ചിത്രീകരണം പാടില്ല എന്നതാണ് ഹൈക്കോടതി ഉത്തരവ്. അത് മറികടന്നാണ് ജസ്ന പടിഞ്ഞാറേ നടയിൽ ചിത്രീകരിച്ചത്. ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയിൽ ഇന്ന് ഇവർക്കെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്തിരുന്നു. എല്ലാവരും ഇന്ന് വെടുക്കുന്നത് എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആരോടും ഒന്നും ചെയ്തിട്ടില്ല. അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, വലിയ രീതിയിൽ സമ്മർദ്ദമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ ജസ്നയുടെ ആരോഗ്യനില എങ്ങനെയാണ്? എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? നേരത്തെ തന്നെ വലിയ വിവാദങ്ങൾ ഈ ശ്രീകൃഷ്ണന്റെ നടയിൽ
അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിന്റെ പരിസരത്ത് റീൽ ചിത്രീകരിച്ചതുമായി ബന്ധപ്പെട്ട് ജിസ്നയുമായി ചേർത്ത് ഉണ്ടായിരുന്നു. ഹൈക്കോടതി ഇതിനെ തുടർന്ന് ഈ റീൽ ചിത്രീകരണം പൂർണ്ണമായി നിരോധിക്കുന്ന അടക്കമുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം താൻ എന്നാൽ ഗുരുവായൂർ അമ്പല നടയിലോ പരിസര പ്രദേശങ്ങളിലോ റീൽ ചിത്രീകരിച്ചിട്ടില്ലെന്നാണ് ജിസ്ന പറയുന്നത്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോൾ അമ്പലത്തിന് സമീപ പ്രദേശമുള്ള ഒന്ന് രണ്ട് കടകളിൽ കയറുകയും ക്ഷേത്രത്തിന് പുറത്തു വെച്ച് താൻ ചില റീൽസ് എടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അമ്പലത്തിനുള്ളിൽ പ്രവേശിച്ചില്ല എന്ന് അവർ തർപ്പിച്ചു പറയുന്നു. പക്ഷേ ഇതിനെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രചരണം ആരംഭിക്കുകയും ഗുരുവായൂർ പോലീസ് ഇക്കാര്യത്തിൽ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് വലിയ മാനസിക സമ്മർദ്ദത്തിലേക്ക് ഇവർ നീങ്ങിയത്. തന്റെ ഭാഗം ന്യായീകരിച്ചുള്ള അല്ലെങ്കിൽ താൻ അമ്പലത്തിനുള്ളിൽ കടന്നിരുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി അവർ വീഡിയോ ചെയ്യുകയും വിശദീകരിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും മാധ്യമങ്ങളിലടക്കം ഇക്കാര്യം വാർത്തയായി വന്നു. ഒപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഇവർക്കെതിരെ വലിയ പ്രചാരണം സജീവമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇന്നലെ മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ വന്നതിനെ തുടർന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൈഞ്ഞരമ്പ് മുറിച്ചായിരുന്നു ഇവരുടെ ആത്മഹത്യാ ശ്രമം. ഇതേ തുടർന്ന് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. ഇത് കണ്ടപ്പോ എന്റെ ഹൃദയം പൊട്ടി എന്ന് വേണം പറയാൻ. ന്യൂസ് 8 വാർത്ത വായിക്കുന്ന ആ അവതാരികയും വളരെ വിഷമത്തിലാണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വാർത്ത നേരിട്ട് ന്യൂസ് 8ക്ക് ഈ ഫ്രോഡ് സാധനം അങ്ങോട്ട് അയച്ചു കൊടുത്തതാണ്. എന്നിട്ട് ഇവളെ വെളുപ്പിക്കാൻ വേണ്ടി ഇവർ വാർത്ത അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി ഏട്ടൻ്റെ ജസ്ന, നീ ഇത് ചെയ്ത് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിന്റെ അരുണേട്ടൻ ആരുണ്ടാകും? നീ അത് വല്ലതും ചിന്തിച്ചോ? നീ അതൊക്കെ ചിന്തിക്കാതെ ഇനി ഇത്തരം പ്രവൃത്തികളിലേക്കൊന്നും എടുത്ത് ചാടരുത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതുപോലത്തെ ഒരുപാട് നാടകങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുക. ഈ ആത്മഹത്യാ ശ്രമം നടത്തിയതിൻ്റെ പേരിൽ ഇവൾക്കെതിരെ കേസെടുക്കണം. 1-2 പ്രാവശ്യമല്ല ഇവൾ ചെയ്തിരിക്കുന്നത്, 2-3 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അതിനെതിരെ ഇവൾക്കെതിരെ കേസെടുത്ത് ഇവിടെ പൊക്കിയെടുത്ത് അകത്താക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കയറിയത് നടപ്പന്തലിനുള്ളിലെ കടകളിൽ തന്നെ കയറണം കേട്ടോ. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഇതൊന്നുമല്ല. ഇതെന്തിനാണ് ഈ വെളുപ്പിക്കൽ നാടകം ന്യൂസ് 18 നടത്തുന്നത്? ന്യൂസ് 18 റിപ്പോർട്ട് കൊടുക്കുന്നു, സനീഷോ അനീഷോ ആരാണ്ട് കോഴിക്കോട് നിന്ന് വാർത്ത ഇവർക്ക് നൽകുന്നു, എന്നിട്ട് ഇതിന്റെ വിശദീകരണം നൽകുന്നു. നമ്മളൊക്കെ എനിക്ക് സത്യം പറയുന്നത് കണ്ടപ്പോ എനിക്ക് 2 എണ്ണം പറയാണ്ടിരിക്കാൻ നിവർത്തിയില്ല എന്നുള്ള സ്ഥിതിയായി. ഇതിനു മുമ്പ് 1-2 പ്രാവശ്യമല്ല, ഒത്തിരി പ്രാവശ്യം ഇവരുടെ ഈ ആത്മഹത്യാ നാടകം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വ്യക്തി ഞാനടക്കം ഒരുപാട് പേര് ഈ നാടകം കണ്ടിട്ടുണ്ട്. ആഴ്ചയ്ക്ക് ഈ മാതിരം മുറിക്കുക, ഗുളിക കഴിക്കുക, ഇതന്നെ ഇവരുടെ സ്ഥിരം പരിപാടി. എന്നിട്ട് അതൊക്കെ വീഡിയോ ആക്കി വെക്കാനും മറക്കുന്നില്ല. മനസ്സിലായില്ലേ? ലസിത പാലക്കലിന്റെ പേർക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കൈമുറിച്ചത്. അതെന്തിന്റെ കാരണം കൊണ്ടാണെന്ന് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ അന്വേഷണം മനസ്സിലായോ നിങ്ങൾക്ക്? ഈ മാതിര കേറാൻ പാടില്ലാത്തോടത്ത് കേറി കടയിൽ പോണേ. എന്തിന് കടയിൽ പോണ്? കോഴിക്കോട് കിട്ടാത്ത സാധനം മേടിക്കാനാണോ ഈ ഗുരുവായൂർ വരുന്നത്? കോഴിക്കോട് കിട്ടാത്ത സാധനം വാങ്ങിക്കാനാണോ ഗുരുവായൂർ വരുന്നത്? അവനവന് പറ്റുന്ന ഇടങ്ങളിലല്ലേ പോകണ്ടു. അവനവന് ആവശ്യമില്ലാത്ത പോകാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ തള്ളിക്കേറി ചെന്നിട്ടാണ് ഇമാതിരി ഗോഷ്ടി കാണിച്ചിട്ട് അത് കേസാവുമ്പോൾ ഇത്ര നാടകങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല. ഇതിനു മുമ്പ് സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവർക്ക് മാത്രമേ പറ്റുള്ളൂ മൊബൈൽ ഫോണിന്റെ ക്യാമറ ഓണാക്കി വെച്ചിട്ട് ഇമാതിരി സത്യം ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ഈ ചാനലുകാരെ ബാൻ ചെയ്യണം. ഇത് ഇവൾക്കൊരു ചാനലിൽ ഇട്ടില്ല, നേരെ മൊട്ടച്ചേട്ടനാണല്ലോ അയച്ചു കൊടുത്തത് ന്യൂസ് 18ന്റെ. എന്തിനാണ് നിങ്ങൾ ഈ വെളുപ്പിക്കൽ നാടകം നടത്തുന്നത്? നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഈ ന്യൂസ് 8 എന്ന് പറയുന്ന ഈ മാധ്യമ പ്രവർത്തകർക്ക് വാർത്തയ്ക്ക് ഇത്രയും ക്ഷാമമായി പോയോ എന്ന് എനിക്ക് തോന്നിപ്പോ. അതിനകത്ത് നിങ്ങൾ ആ തുടക്കത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചതാണ് ഈ അരുണേട്ടന്റെ ഈ പാഴ് സാധനം ഈ ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള ഒരു കാരണത്തെ കുറിച്ചിട്ട് അവർ പറയുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ. എന്നിട്ട് അതിനകത്ത് പറയുന്നത് ഇവർക്കെതിരെ നിരന്തരം BJP രംഗത്ത് വരാറുണ്ടെന്ന്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇവർ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ റീൽസ് ചിത്രീകരിച്ചപ്പോഴോ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തികൾ കാണിച്ചപ്പോഴോ ഇപ്പോൾ ഈ 2ാമത് കോടതി വിലക്ക് വന്നതിന് ശേഷം വീണ്ടും റീൽസ് എടുത്തപ്പോൾ ആകെ പ്രതികരിച്ച് കണ്ട ഒരേ ഒരു സംഘിണി ചേച്ചി എന്ന് പറയുന്നത് ലസിത പാലക്കലിനെ മാത്രമാണ്. അല്ലാതെ BJPയുടെ ഒരാളും ഇതിനകത്ത് വന്നിട്ട് പറഞ്ഞു. ഇപ്പം നമ്മുടെ ആക്ഷൻ ഹീറോ സുരേഷ് ഏട്ടൻ്റെ സ്വന്തം സഹോദരി കൂടിയാണല്ലോ. എന്തുകൊണ്ട് സുരേഷ് ഏട്ടൻ ഇവക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല? ഇനി നീ അവിടെ കയറി ഇമാതിരിയുള്ള തോന്നിയാസം കാണിക്കരുത്. അപ്പം അവര് സപ്പോർട്ട് കൊടുക്കുന്നതിന്റെ പിന്നിൽ ചില അജണ്ടകളുണ്ട്. അത് കേരളത്തിലെ പൊതുസമൂഹം, പ്രത്യേകിച്ച് ഹൈന്ദവ മത വിശ്വാസികൾ, നല്ല വിശ്വാസികൾ, സംഘികളല്ലാത്ത വിശ്വാസികളുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ഇവളെ വെച്ച് സംഘികൾ ഇതിനകത്ത് വലിയ ഒരു ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് അവസാനം നമ്മുടെ കേരളത്തിൽ വല്ലാത്തൊരു വിഷയത്തിലേക്കാകും. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ വരുന്ന നല്ല വിശ്വാസികൾ, നല്ല ചാണകം മുക്കിയ ചൂലിന്, ഈ വൃത്തികെട്ട ചൂലിന് ആ പരിസരത്ത് നിന്ന് അടിച്ചോടിക്കണം. കൃഷ്ണന്റെ പടം വരച്ച് നീ ജീവിക്കണം, നീ ജീവിച്ചോ. ഒരു ഷോപ്പൊക്കെ ഇട്ടിട്ട് നീ അവിടെ ഇരുന്ന് കൃഷ്ണന്റെ പടം വരച്ച് നീ കൊടുത്തോ. ഇഷ്ടമുള്ളവർ അവിടെ വന്ന് നിന്റെ പടം വാങ്ങിച്ചോണ്ട് വെക്കോളും. അപ്പം ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ തന്നെ ഞാൻ കയറി ഉണ്ടാക്കൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ചില അജണ്ടകളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അവർക്കൊന്നും വരത്തില്ല. അവരിതെല്ലാം പ്ലാൻ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് തന്നത് നിങ്ങൾ അപ്പാടെ വിഴുങ്ങിയിട്ട് അതൊരു വാർത്തയാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലത്തെ പുഴുത്ത ജന്മങ്ങൾക്കൊന്നും കയറി നിറങ്ങാനുള്ളതല്ല
പവിത്രമായ ഗുരുവായൂർ നട എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഈ ചൂല് അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാണാമുഖ്യ ചൂലിന് ഇവിടെ അവിടുന്ന് ഓടിക്കുക എന്നുള്ളത് അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ വലിയ വിഷയങ്ങളൊക്കെ ഈ പിഴച്ച സന്തതി ഇവിടെ സൃഷ്ടിക്കും. അപ്പോൾ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.